ബാഹുബലി ദി എപ്പിക് കണ്ടു. ദ ഫിലിം ദാറ്റ് മെയ്ഡ് എ ബെഞ്ച് മാർക്ക് ഇൻ ഇന്ത്യൻ സിനിമ ഹിസ്റ്ററി. ഒരുപാടുണ്ട്. ഞാൻ ഈ സിനിമ എന്താണ് എനിക്ക് പേഴ്സണലി ബാഹുബലി എന്നുള്ളത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വേറൊരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിരുന്നു. സോ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ആ വീഡിയോയിലുണ്ട്. എനിക്ക് പേഴ്സണലി എൻ്റെ ഒരു പേഴ്സണൽ സിനിമ ലൈഫിൽ എന്താണ് എത്രത്തോളം ഇൻഫ്ലുവൻഷ്യൽ ആണ് ബാഹുബലി എന്നുള്ള സിനിമ എന്നുള്ളത്. ഒരു 100 വട്ടം ചിലപ്പോൾ 2 സിനിമ കൂടിയിട്ട് കണ്ടിട്ടുണ്ടാവും. എന്നിട്ടും സ്റ്റിൽ പിന്നെയും കാണുമ്പോഴും ഫീൽസ് ഫ്രഷ്, ദിസ് ഫീൽസ് ന്യൂ. ഇതുവരെ നമ്മൾ എത്ര സീൻ ബൈ സീൻ, ഡയലോഗ് ബൈ സോറി ഫ്രെയിം ബൈ ഫ്രെയിം നമുക്ക് അറിയുമെങ്കിലും എത്ര വട്ടം കണ്ടാലും നമുക്ക് മതി വരാത്തൊരു പടം. സോ ഞാൻ കണ്ടത് ഐമാക്സിലാണ്. ഒരു ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു 8, 10 പേരൊക്കെ ആയിട്ടാണ് പോയത്. ഒരു രാത്രി ഒരു 7 മണിക്ക് പോയിട്ട് തിരിച്ച് വീട്ടിലെത്തിയത് ഒരു 4 മണിക്കെന്ന് തോന്നുന്നു. അത്രയും സമയമുണ്ട് ഈ ഒരു പടം 3, 3.5 മണിക്കൂർ. അതിന് പോയി വരാൻ 2, 4 മണിക്കൂർ ഒരു റൺ ടൈം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ മറ്റേ പോക്ക് വരവും. സോ അങ്ങനെ ഒരു ഫുൾ നൈറ്റ് ഈ ഒരു പടത്തിന് വേണ്ടി നമുക്ക് പക്ഷേ ഒരു റിഗ്രറ്റും ഇല്ല. വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. ഇനി ഇതേപോലത്തെ നല്ല സിനിമകൾ നമ്മൾ ഒരു ബെഞ്ച് മാർക്കായിട്ട് നമുക്ക് വേണ്ട കുറേ പടങ്ങൾ ഇതുപോലെ റിലീസൊക്കെ വരണം. ബാഹുബലി ഒരു നീഡഡ് സാധനമായിരുന്നു. ഫസ്റ്റും കണ്ടതാണ്, സെക്കൻഡും കണ്ടതാണ്. പക്ഷേ ഈ സിനിമ ഈ ഒരു ഞാൻ പറഞ്ഞ പോലെ ഒരു എപ്പിക് ഫീൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് മറ്റേ വിഷണറി ഡയറക്ടറുടെ ആ ഒരു വിഷൻ എന്താണെന്നുള്ളത് നമുക്കിതിൽ കാണാം. പക്ഷേ കുറേ പ്രശ്നങ്ങൾ എനിക്ക് അവിടെ ഇവിടെയൊക്കെ ഫീൽ ചെയ്തു. മൊത്തത്തിൽ സാധനം എപ്പിക്കാണ്. സംഭവം സെയിം സെറ്റപ്പ് തന്നെയാണ്. പക്ഷേ എനിക്കറിയില്ല ചിലപ്പോൾ ചിലവർക്ക് ഈ സാധനം ഓക്കെ ആയിരിക്കും. നല്ല ഒരു ഫുൾഫിൽഡ് ആയിട്ട് കണ്ടിട്ടുണ്ടാവും. പക്ഷേ എനിക്കൊരു പ്രോപ്പർ ഫുൾഫിൽമെന്റ് എവിടെ ഈ ഒരു പടത്തിൽ നിന്ന് കിട്ടിയില്ല. കാരണം ഈ മറ്റേ പടം ഞാൻ ഈ പറഞ്ഞ പോലെ ഫ്രെയിം ബൈ ഫ്രെയിം അറിയാവുന്നത് കൊണ്ടായിരിക്കാം. ചില സാധനങ്ങളൊക്കെ അതങ്ങനെ കാണിച്ചാലേ നമുക്ക് ആ ഒരു ഇമ്പാക്റ്റ് കിട്ടുള്ളൂ. എനിക്കിത് കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നി ഇതൊരു ഈ 3.5 ആയിട്ട് ചുരുക്കണ്ടായിരുന്നു. ഇവർക്കിത് പ്രോപ്പറായി സ്ട്രെച്ച് ചെയ്ത് 2 മണിക്കൂർ അല്ല ഒരു 2 പടങ്ങളും കൂടി ഒരേപോലെ ബ്ലെൻഡ് ചെയ്ത് വിടായിരുന്നു. ഒരു 5 മണിക്കൂറോ 6 മണിക്കൂറോ ആണെങ്കിലും കൂടി കുഴപ്പമില്ല. കാരണം അത്രയും നല്ല റിച്ച് കണ്ടന്റ് ഉണ്ട്. ദെൻ ഇവർ അനാവശ്യമായിട്ട് ഒഴിവാക്കി എന്ന് പറഞ്ഞ സാധനങ്ങളുണ്ട്. അതായത് കുറേ പാട്ട് സീനുകൾ. ഓക്കെ, നമുക്ക് കൺസിഡർ ചെയ്യാം. പക്ഷേ വാർ സീക്വൻസുകളുടെ ഇടയിലുള്ള കുറേ സീക്വൻസുകളും കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയലോഗ്സും ഈവൻ ക്യാരക്ടറിനെ തന്നെ ഡിഫൈൻ ചെയ്യുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറേ ഐക്കോണിക് ആയിട്ടുള്ള മൊമെന്റ്സ് അതൊക്കെ തന്നെ ഈ സിനിമയിൽ മിസ്സാവുന്നുണ്ട്. ഇവർ കൂടുതലും സെക്കൻഡ് പടമില്ലേ നമ്മുടെ ബാഹുബലി 2 കൺക്ലൂഷൻ, ആ ഒരു പടമാണ് കൂടുതലും ഈ സിനിമയിലുള്ളത്. കൂടുതൽ അതിനെയാണ് സ്ട്രെച്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഫസ്റ്റ് പടം പരമാവധി എത്ര കട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും കട്ടാക്കി കൊളാക്കിയിട്ടുണ്ടെന്ന് തന്നെ പറയാം. കാരണം ഫസ്റ്റിൽ കുറേ ഉണ്ട്. ഫസ്റ്റിൽ കുറേ ഇപ്പോൾ സ്റ്റോറി ഡ്രിവൺ ആയിട്ട് നോക്കുകയാണെങ്കിൽ സെക്കൻഡിലാണ് കൂടുതൽ ശരിയാണ്. പക്ഷെ ഫസ്റ്റിൽ ഈ ഒരു വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത് നമുക്ക് പറയാതെ പറയുന്ന കുറേ സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഈവൻ ഈ ബാഹുബലി എന്നൊരു ക്യാരക്ടറിൻ്റെ ഒരു ചെറുപ്പം, ആ ഒരു ചെറുപ്പത്തിൽ ഈ ഒരു കട്ടപ്പയായിട്ടുള്ള മൂപ്പരുടെ ആ ഒരു റിലേഷനൊക്കെ ഉണ്ടല്ലോ. ഊട്ടി വിടും മാമ എന്നൊക്കെ പറയുന്ന ആ ഒരു സാധനം. അത് ആ ഒരു കണക്ഷൻ വെച്ചിട്ടാണ് സെക്കൻഡിലേക്ക് വരുമ്പോൾ കുത്തുമ്പോൾ ഉള്ള നമുക്ക് ആ ഒരു ഫീൽ കിട്ടുന്നത്. ആ ഒരു ക്യാരക്ടറിന് ആ ഒരു ഇമോഷൻ കിട്ടുന്നത്. ഈ ഒരു പടം ഇങ്ങനെയാണ് നമ്മൾ അല്ല ഇതിൽ കൊടുത്തിട്ടുള്ളതനുസരിച്ച് കട്ടപ്പയും ബാഹുബലിയായിട്ട് യാതൊരു ബന്ധവുമില്ല. അവരാരോ മറ്റേ ഏതോ 2 ആൾക്കാര്. അങ്ങനത്തെ ഒരു പോക്കാണ്. അങ്ങനത്തെ ഒരു കണക്ഷൻ കിട്ടാത്ത പോലെ. ദെൻ ഈവൻ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഈ ഫസ്റ്റ് നമുക്ക് ആ ഒരു ടൈറ്റിൽ കാർഡില് നമുക്ക് ആ ഒരു മാപ്പ് ഫുള്ളായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ കംപ്ലീറ്റ്‌ലി ബാഹുബലി കാണാത്ത ആരൊന്നും ഉണ്ടാവില്ല. ഈ എപ്പിക് കാണുന്നവരും എന്തായാലും ഇതുപോലെ 2 പടങ്ങളും ഒരു 8, 10 വട്ടെങ്കിലും മിനിമം കണ്ടവരായിരിക്കും. സോ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് കണക്റ്റ് ആവും. എന്തൊക്കെയാണ് വ്യത്യാസങ്ങളെന്നുള്ളത്. സോ ഇതിൽ സ്പോയിലർ തേങ്ങാന്നൊക്കെ പറഞ്ഞു വന്നാൽ മുതുകിൽ കടിക്കും ഞാൻ. അപ്പോൾ ആ ഒരു മാപ്പ് ഫസ്റ്റ് നമ്മൾ ആ സിനിമ തുടങ്ങുന്ന സമയത്ത് ഒരു മാപ്പ് കാണിക്കും. ഇതാണ് മഹിഷ്മതി കൊട്ടാരം, അല്ലെങ്കിൽ ഇതൊക്കെയാണ് ആ ഒരു നമ്മുടെ അപ്പോൾ അനുഷ്കുള്ള സ്ഥലവും ബാക്കിയുള്ളവരുടെ സ്ഥലവും മറ്റേ ആ ഒരു അതിരപ്പള്ളി പോലെ ഒരു സെറ്റ് ഇട്ടിരിക്കുന്ന ആ ഒരു റിവറും അതെങ്ങനെയാണ് ഈ പോകുന്നത് അതിൻ്റെ ആ ഒരു ഫ്ലോ മൊത്തം കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ആ ഒരു കിങ്ഡം മൊത്തം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടാണ് ഇവരുടെ ആ ഒരു ടൈറ്റിൽ ഇൻട്രോ ഉള്ളത് ഫസ്റ്റ് സിനിമയുടെ ഫസ്റ്റ് പാർട്ടിൻ്റെ. ഇതിലതില്ല. ഇത് കംപ്ലീറ്റ്‌ലി മാറ്റിയിട്ട് വെറുതെ എപ്പിക് എന്ന് പറഞ്ഞിങ്ങനെ എഴുതി കാണിക്കുകയാണ്. അത് വേണം. കാരണം എന്ന് പറഞ്ഞാൽ അതാണ് ആ സിനിമയുടെ കോർ. ഈ സ്ഥലം എവിടെയാണ് നടക്കുന്നത്, ഇതെവിടെയാണ് നടക്കുന്നത്, ഇതിന്റെ മെയിൻ തീം എന്താണ്. കാരണം ഈ സിനിമ കഴിഞ്ഞിട്ട് കൺക്ലൂഷനിൽ സെക്കൻഡ് പാർട്ടിന്റെ അവസാനം ഈ മറ്റേ പൽവാൾ ദേവന്റെ ആ ഒരു തലയുണ്ടല്ലോ, ആ ഒരു സ്വർണ്ണത്തല ഇങ്ങനെ ഒഴുകി വരുന്ന ഈ വഴി മൊത്തമാണ്. സോ നമ്മൾ ആദ്യം ഫസ്റ്റിൽ കണ്ട ആ ഒരു സ്ഥലങ്ങൾ മൊത്തം കവർ ചെയ്ത് ആ ഒരു ആ ആളുടെ തല ഉരുണ്ട ആ ദേശം മുഴുവൻ വന്നു. മാറ്റി ബാഹുബലി തിരിച്ചു വന്നു എന്ന് പറഞ്ഞിട്ട് ആ ഒരു കിങ്ഡം മൊത്തം റീജോയ്സ് ചെയ്യുന്നൊരു സെറ്റപ്പാണ്. അവസാനം ആ ശിവലിംഗത്തിന് അവിടെ വന്നിട്ട് ഇത് വീഴുന്നപ്പോൾ ഈ അപ്പോഴാണ് നമുക്ക് ആ ഒരു പ്രോപ്പർ ആർക്ക് കൺക്ലൂഷൻ കിട്ടുക. ഈ രീതിക്ക് ഇവർക്ക് കുറേ സാധനങ്ങൾ അങ്ങനെയും ഇങ്ങോട്ടും സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ നമുക്ക് ആ ഒരു സിനിമയുടെ ഒരു കോർ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയാം. എനിക്ക് തോന്നുന്നു കുറേ സാധനങ്ങൾ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് കൊളാക്കി വെച്ച പോലെയാണ്. കുറേ എക്സ്ട്രാ സീനുകളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഇപ്പം ചില സീനുകൾ ഒരു സീൻ
ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബാഹുബലിയുടെ മഹേന്ദ്രല്ല. മഹേന്ദ്ര ബാഹുബലി, കുട്ടി ബാഹുബലി, നമ്മുടെ ശിവഡു. ആ ചങ്ങായി നമ്മുടെ ഈ കോട്ടയ്ക്കകത്തേക്ക് വരുന്നൊരു സീക്വൻസ് ഉണ്ടല്ലോ. മറ്റേ മകൻ വന്ന് വിട്ടാൽ എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ ആ സ്റ്റാച്ചു വലിക്കുന്നതിന് മുമ്പ് വരുന്ന സീക്വൻസ്. അവിടെ ഒരു അഡീഷണലായിട്ട് ഇപ്പോൾ നാസർ പറയുന്ന കുറേ ഡയലോഗുകളൊക്കെ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അവർ മറ്റേ പൽവാൾ ദേവൻ്റെ മകൻ ആനപ്പുറത്തിരിക്കുമ്പോൾ അവിടുന്ന് വീഴുന്നൊരു സീക്വൻസ്. കാരണം ഈ ഒരു ക്യാരക്ടർ വന്നു കഴിയുമ്പോൾ ആ ഒരു ഓറ എന്നുള്ളത് രീതിയിലാണ്. സോ ഇപ്പോൾ ബാഹുബലി മരിച്ചു എന്ന് പറഞ്ഞ് അതിൽ പറയുമ്പോൾ ഇല്ല അവരിങ്ങനെയൊക്കെയാണ് കൊന്നത് എന്ന് പറഞ്ഞ് എടുത്തെടുത്ത് പറയുന്നുണ്ട്. തീയിലിട്ടാണ് കൊന്നത്, വെള്ളം അവൻ്റെ രക്തം, അങ്ങനത്തെ ആ സെറ്റപ്പ് പറയുന്നുണ്ട്. പക്ഷേ ഫസ്റ്റ് പാർട്ടിൽ അതൊന്നും പറയുന്നില്ല. പറയാതെ തന്നെയുള്ള ഒരു വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് ഉണ്ടല്ലോ. ഈ പഞ്ചഭൂതങ്ങളെയും ആവാഹിച്ചിട്ടാണ് മഹേന്ദ്ര ബാഹുബലി വരുന്നത് എന്നുള്ള ഒരു സെറ്റപ്പ്. അതായത് അപ്പോൾ തീയൊത്തും വെള്ളം, എയർ, അങ്ങനത്തെ അതെല്ലാം ഗ്രാസ്പ് ചെയ്ത് വരുന്നത്. അത് പറയാതെ പറയുമ്പോൾ അതിലൊരു ബ്യൂട്ടി ഉണ്ട്. അതൊക്കെ നമുക്ക് ഇതിൽ നഷ്ടപ്പെടുന്നു. ഇതേപോലെ തന്നെ കുറേ നല്ല ഈ നാസറിന് തന്നെ കുറേ ഐക്കോണിക് ആയിട്ടുള്ള കുറേ ഡയലോഗ്സ് ഉണ്ട്. മറ്റേ ഈ പൽവാൾ ദേവനെ ഈ മറ്റേ ഒരു കാട്ടെരുമനെ മെരിക്കണ സമയത്ത് പൽവാൾ ദേവനെ വീഴ്ത്ത 10 കാട്ടെരുമകൾ തേവ എന്നൊക്കെ പറയുന്ന കുറേ എനിക്കറിയില്ല ഇത് ഈ സാധനം ഇങ്ങനെ കണ്ട് 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 സീൻ ബൈ സീൻ, ഡയലോഗ് ബൈ ഡയലോഗ് എവിടെയാണ് നസിക്ക് വിട് ശിവഗാമി എന്ന് പറയാൻ പോകുന്നത് നമുക്ക് അറിയുന്നത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇങ്ങനെ എനിക്ക് ഫീൽ ആയത്. സോ ഞാൻ പ്രതീക്ഷിച്ച ഞാൻ ഇപ്പോൾ വരുന്നു പറഞ്ഞിട്ട് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കുറേ സീക്വൻസുകളും പട്ടെന്ന് പറഞ്ഞിട്ട് അവർക്ക് കട്ട് ചെയ്ത് പറഞ്ഞു. മറ്റേ സെക്കൻഡിലൊക്കെ ഈ കുന്തള ദേശത്തുള്ള ആ ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ടല്ലോ. ആ സമയത്ത് ഈ ഒരു കുറേ കാളങ്ങനെ പോകുന്ന സീക്വൻസുകളൊക്കെ തന്നെ അതിൽ ഈ കാളയുടെ പുറത്ത് കയറി വരുന്ന സീക്വൻസ് ഓക്കെ അത് സെറ്റ് സീനാണ്. പക്ഷെ അതിൻ്റെ ഒരു ബിൽഡപ്പ് ഉണ്ടല്ലോ. അതിങ്ങനെ വന്നു അവിടെ നിന്ന് ഇതിന് വേണ്ടിയിട്ട് ഇവർ യൂസ് ചെയ്തു വരുന്ന സമയത്ത് ഈ മരക്കൊമ്പ് വീണു, എന്നിട്ട് അതിന് പുറത്ത് കയറി വന്ന് എന്നിട്ട് അതിന് മുഖത്തുനിന്ന് ചാടി വരും. ആ സീക്വൻസുകളിലൊക്കെ ഒരു ഫ്ലോ ഒന്നുമില്ല. എല്ലാം ഇങ്ങനെ ഇങ്ങനെ മൂപ്പർക്ക് പടം ഇറക്കണം അല്ലെങ്കിൽ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ ശരിയാക്കി തരാം, ഇത്ര റൺ ടൈം മൂപ്പർ പറഞ്ഞിട്ടുണ്ട് അതിനുള്ളിൽ തീർക്കണം എന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്ത് കട്ട് ചെയ്ത പോലെയൊക്കെയാണ് നമുക്ക് ഫീൽ. ആ ഒരു ആക്ഷൻ സീക്വൻസ് തന്നെ കൊളാക്കി. അത് കഴിഞ്ഞിട്ട് ഇവർ ഈ ഒരു കാളയുടെ പുറത്ത് വന്ന് കഴിഞ്ഞിട്ട് അവിടെ നിന്നിട്ടൊരു സീക്വൻസ് ഉണ്ട്. അതായത് ഈ കാള മൊത്തം പോയി കഴിഞ്ഞിട്ട് ഒരു കാള ഈ അനുഷ്കയുടെ അടുത്തേക്ക് ഇങ്ങനെ കുത്താൻ വരും. അപ്പോൾ അതിൻ്റെ കൊമ്പി പിടിച്ചിട്ട് ഒന്ന് തിരിച്ച് വിട്ട് അത് കഴിഞ്ഞ് ഒരു സ്പീഡ് റാമ്പ് ചെയ്ത് ഒരു ഫ്ലാഷ് പോകുന്ന ഒരു സാധനം. അപ്പോഴാണ് ഈ ബാക്കിയുള്ള ഇത് കണ്ടോണ്ട് നിൽക്കുന്ന ആൾക്കാർ മുഴുവൻ ആരവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ. ആ ഒരു സീക്വൻസ് ഒക്കെ കംപ്ലീറ്റ്ലി ഫുള്ളായിട്ട് ഡിലീറ്റ് ചെയ്തു. പിന്നെ ഇതുപോലെ കുറേ വാർ സീക്വൻസ് ഫസ്റ്റിലായിക്കോട്ടെ സെക്കൻഡിലായിക്കോട്ടെ വാറിൻ്റെ ഇടയിൽ നടക്കുന്ന കുറേ സീക്വൻസുകളൊക്കെ പടാന്ന് കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. സോ ഇങ്ങനത്തെ കുറേ നല്ല നല്ല ഐക്കോണിക് ആയിട്ടുള്ള കുറേ മൊമെന്റ്സ് ഒക്കെ തന്നെ പടത്തിൽ നിന്ന് കംപ്ലീറ്റ്ലി മിസ്സാവുന്നു. ജസ്റ്റ് ഒരു സ്റ്റോറി കാണിക്കുക, ജസ്റ്റ് ആ ബാഹുബലി എന്താന്നുള്ളത് രണ്ടും കൂടി സ്റ്റിച്ച് ചെയ്ത് കഥ മാത്രം പറഞ്ഞു പോകുക എന്നുള്ള രീതിയിൽ മാത്രമാണിത്. അതുകൊണ്ട് ഒരു ഓക്കെ. പക്ഷേ അതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു. ഇനി ഇത് കണ്ടു കഴിയുമ്പോൾ എനിക്ക് തോന്നിയത് ഫസ്റ്റിൻ്റെ സെക്കൻഡും കൂടി ഒരുമിച്ച് ഇപ്പോൾ ഈ തമന്നയായിട്ടുള്ള തമന്നേനൊക്കെ പട്ടിയാക്കി ഈ ഒരു പടത്തിൽ. സത്യം പറഞ്ഞാൽ തമന്നില്ലെങ്കിലും ഈ ഒരു പടം ഓടും എന്നുള്ള രീതിയിലാണ് കംപ്ലീറ്റ്ലി ഈ ഒരു പടം എടുത്തിട്ടുള്ളത്. ഒരു 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 തരത്തിലുള്ള ന്യായീകരണം തമന്നയുടെ ക്യാരക്ടറിനില്ല. അതായത് കംപ്ലീറ്റ്ലി ഇതില് നമുക്ക് ഈ ഫസ്റ്റിനെ സെക്കൻഡൊക്കെ നോട്ട് ചെയ്തവർക്കറിയാം. ഇതിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന കുറേ 2 ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒരു അപ്പൂപ്പനും ഒരു വയസ്സായ സ്ത്രീയും. ഈ 2 പേര് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് തള്ളിയിട്ട് പോകും. അതായത് ഈ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കുമ്പോൾ അവരാണ് വിളിച്ചുകൊണ്ട് പോവുക. അല്ലെങ്കിൽ ഇനീഷ്യലി ഈ ഒരു കുട്ടീനെ കാണുമ്പോൾ അവരാണ് ആദ്യം കാണുക. ഈ ആദ്യം ബാഹുബലി വരുന്ന സമയത്ത് ഇവരാണ് കാണുക. ദെൻ ഈ യുദ്ധത്തിൻ്റെ ഇടയിൽ ആ ഒരു കാളകേയന്മാരൊക്കെ തന്നെ അവരെ ഫ്രണ്ടിലേക്ക് കയറ്റി നിർത്തുന്ന സമയത്ത് ഇവര് ഈ നമ്മുടെ പൽവാൾ ദേവൻ നമ്മുടെ കറങ്ങണ ചക്രം കൊണ്ട് ബാക്കിയുള്ളവർ വെട്ടി പോകുമ്പോൾ ബാഹുബലി മറ്റേ കാലിക്ക് ആ സാധനം കറക്കി വിട്ടിട്ട് അവർ വീഴ്ത്തിയിടുമ്പോൾ അവരൊക്കെ തന്നെ ഒരു ഗോഡ് പോലെ കാണുന്ന ആ ഒരു ക്യാരക്ടേഴ്സ് ഒക്കെ തന്നെ ഉണ്ട്. ഒരു മെയിനായിട്ട് ഒരു അപ്പൂപ്പനും ഒരു അമ്മൂമ്മയും. ഇവർക്കുള്ള സ്ക്രീൻ പ്രസൻസ് പോലും പടത്തിൽ തമന്നയ്ക്കില്ല. ലിറ്ററലി ഈ ഒരു പടത്തിൽ തമന്നയ്ക്കില്ല. അങ്ങനെ ഒരു ക്യാരക്ടറേ ഇല്ല. ഒരു 1 2 ഡയലോഗൊക്കെ മാത്രം. അതിങ്ങനെ ജസ്റ്റ് അവരുടെ ആ ഒരു സ്റ്റോറിയൊക്കെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ലവ് സ്റ്റോറിയൊക്കെ നറേഷനിൽ കൂടെയൊക്കെ ഇങ്ങനെ വിട്ടിങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ ഒരു ഒപ്പിക്കണ പോലത്തെ കുറേ ഫീൽ. ഈ കയ്യിൽ എഴുതുന്ന സാധനമൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഈ കയ്യിൽ മറ്റേ മീൻ കുത്തുകയാണെന്ന് വിചാരിച്ച് ഇങ്ങനെ പച്ച കുത്തുന്ന സാധനങ്ങളൊക്കെ അതൊക്കെ നല്ല രസമാണ് കാണാൻ. അങ്ങനത്തെ കുറേ നല്ല നല്ല സീക്വൻസുകൾ. ദെൻ തമന്നയുടെ പാട്ട് അതില്ല. ദെൻ മനോഹരി പാട്ടും അതില്ല. കണ്ണാ നീ ഉറങ്ങടാ അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതുമില്ല. പക്ഷേ മറ്റൊരു സാധനം ഉണ്ടല്ലോ, ഒരു കപ്പലിൽ പോകുന്നൊരു പാട്ട് സെക്കൻഡിലുള്ളത്.
എനിക്ക് തോന്നുന്നു അവരിത് ഭയങ്കര ബഡ്ജറ്റ് വെച്ചെടുത്തൊരു പാട്ടായിരിക്കും. ഭയങ്കര വിഎഫ്എക്സ് ഒക്കെ കുത്തിക്കയറ്റി. എനിക്ക് ലിറ്ററലി ടോട്ടൽ പടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു സാധനം ആ ഒരു പാട്ടാണ്. കറക്റ്റായിട്ട് അതന്നെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതൊഴിവാക്കിയിട്ട് ബാക്കിയുള്ളത് അതൊഴിവാക്കിയിട്ട് അറ്റ്‌ലീസ്റ്റ് ആ ഒരു മനോഹരി, നോറ ഫത്തേഹിനൊക്കെ ആദ്യമായിട്ട് കാണണം. അത് പോട്ടെ, അത് അങ്ങനത്തെ ഉം, ഇവർ ചെയ്യേണ്ടായിരുന്നതെന്ന് വെച്ചാൽ ഇതിങ്ങനെ കട്ട് ചെയ്യാതെ അറ്റ്‌ലീസ്റ്റ് ഒന്നില്ലെങ്കിൽ 2 പടങ്ങൾ കൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് റിലീസ് ചെയ്യാം. അല്ലെങ്കിൽ 2 കൂടി ഒരുമിച്ച് എത്ര റൺ ടൈം ആയാലും കുഴപ്പമില്ല. 5 മണിക്കൂറെങ്കിൽ 5 മണിക്കൂർ. അത് കാണുന്നവർ വന്നാൽ മതി എന്നുള്ള രീതിയിൽ ഇറക്കിയാലും ആള് കേറും. ഇങ്ങനെ ഇവർക്ക് കട്ട് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നും ഒരുപക്ഷേ ഈ 3 ഷോ ആകെ ഒരുപക്ഷേ നടക്കുള്ളൂ. അത് മാറ്റിയിട്ട് ചിലപ്പോൾ 2 ഷോ ആക്കിയിട്ടുണ്ടാവും. അത്രന്നെ. അങ്ങനെ ചെയ്യായിരുന്നു. സോ ദിസ് വാസ് ഒരു ഓക്കെ. ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടിയില്ല. ഇതിന്റെ ഇടയിൽ മറ്റേ അവർ ഇറ്റേണൽ വാർ എന്നൊരു പടത്തിന്റെ ടീസർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഞാനത് അവസാനം വരുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് ഇന്റർവെൽ ബ്ലോക്കിൽ, അല്ലെങ്കിൽ ഇന്റർവെല്ലിൽ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്താണ് ഇതിട്ടുള്ളത്. ഈ WKKB എന്നുള്ളത് കുറേ പേർക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. ഇന്റർവെല്ലിൽ ഇത് ഡോണ്ട് ഹാവ് ടു വെയിറ്റ് ഫോർ 2 ഇയേഴ്സ് ഫോർ WKKB എന്ന് പറഞ്ഞ് വൈ കട്ടപ്പ കിൽഡ് ബാഹുബലി എന്നാണ് ഈ YKKB എന്ന് കൊടുത്തിട്ടുള്ളത്. അടിയിലെങ്കിലും കൊടുക്കായിരുന്നു അവർക്ക്. കുറേ പേര് ഇതെന്തടാ? എന്താന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് സാധനം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വൈ കട്ടപ്പ കിൽഡ് ബാഹുബലി, അതാണ് YKKB. ദെൻ അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞ പോലെ ഇറ്റേണൽ വാറിൻ്റെ ആ ഒരു ട്രെയിലർ ഇട്ടിട്ടുണ്ടായിരുന്നു, അടുത്ത പടം. അതായത് എല്ലാവരും ബാഹുബലി 3 എന്നൊക്കെ വരുമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ ദിസ് വൺ ബേസിക്കലി ഞാൻ ഈ പറഞ്ഞു, ഇതൊരു വലിയ ഫ്രാഞ്ചൈസ് ആണ്. ഇത് കുറേ പേർക്ക് അറിയില്ല. ഈ ആനിമേറ്റഡ് സീരീസ് വേറെ ഉണ്ട്, ആമസോൺ പ്രൈമിലുള്ളത്. ദെൻ ഈ പറയുന്ന ഒരു ബുക്ക് സീരീസ് ഉണ്ട്. ഇങ്ങനത്തെ വലിയൊരു ഫ്രാഞ്ചൈസ് തന്നെയാണ്. ദെൻ അതിലെ അടുത്തൊരു പാട്ട് എന്ന രീതിയിലാണ് നടക്കുന്നത്. പക്ഷേ കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ ലിറ്ററലി നമ്മുടെ ഈ പ്രഭാസൊക്കെ വോയിസ് ഓവർ ചെയ്തിട്ടാണ് നടക്കണമെന്ന് തോന്നുന്നു. ദെൻ അത് ഒരു 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 ഡിവൈൻ ആ ഒരു രീതിയിലാണ്. ബാഹുബലി എന്നൊരു ക്യാരക്ടർ അവിടെ മരിച്ചു കഴിഞ്ഞു. അപ്പോൾ മെയിൻ ഫസ്റ്റ് ആള് മരിച്ചു കഴിഞ്ഞിട്ട് ദെൻ ആ ഒരു ഇറ്റേണൽ വാർ മൂപ്പർ എങ്ങനെ നടത്തും, ആ ഒരു സെലസ്റ്റിയൽ അന്ന് ആ ഒരു സെറ്റപ്പിലാണ്. നന്നായിട്ടുണ്ട്. ആ ഒരു തീം എനിക്കിഷ്ടമായി. ദെൻ അതിൻ്റെ മേക്കിംഗ് ക്വാളിറ്റിയും ആ ടീസറിന് നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാൻ കേട്ടത് ആർകെൻ്റെ ടീമാണ് ഇതിൽ ചെയ്തിട്ടുള്ളതെന്നാണ്. നമ്മുടെ നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങിയിട്ടുള്ള ആർകെ എന്നൊരു സീരീസ് ഉണ്ട്. വേറെ ലെവൽ ആനിമേഷനാണ്. ആനിമേഷൻ എന്നൊക്കെ പീക്ക് സാധനമാണ്. 2 ക്യാരക്ടറാണ് അതിൽ, ജിങ്സും കണ്ടു നോക്കാം, വയലറ്റും പൊളിയാണ്. സോ ആർക്കെയും കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. ആർക്കേൻ്റെ കണ്ടാൽ നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള എക്സൈറ്റ്മെൻറ്റും കൂടും. ഐ തിങ്ക് ഒരു 100 130 കോടി എന്തൊക്കെയാണ്. അതായത് ഫസ്റ്റ് പടത്തിൻ്റെ അത്രയും തന്നെ ബഡ്ജറ്റ് ഉണ്ട് എന്നൊക്കെയാണ് കേട്ടത്. സോ ബാഹുബലി ദി എപ്പിക് എന്നുള്ളത് ഒരു ഒരു കംപ്ലീറ്റ് ഫുൾഫിൽമെൻറ്റ് എനിക്ക് കിട്ടിയില്ലെങ്കിലും ഇറ്റ് വാസ് എ ഗുഡ് വാച്ച്. ഇറ്റ് വാസ് എ സാറ്റിസ്ഫൈയിങ് യെറ്റ് കംപ്ലീറ്റ്ലി നോട്ട് സാറ്റിസ്ഫൈയിങ് സാധനം. കുറെ കൂടി കട്ടിങ് ഒഴിവാക്കായിരുന്നു. അത് പറ്റുള്ളൂ, അവർക്ക് അത്ര പറ്റുള്ളൂ. ലിമിറ്റേഷൻസ് ഉണ്ട്, ശരിയാണ്. പക്ഷേ നമുക്കത് എനിക്ക് തോന്നുന്നു അത്രയും നമുക്കത് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. നമ്മളിപ്പോൾ ഈ പടം മോശമൊന്നുമല്ല. നമുക്ക് ആ പടം അത്ര അധികം മനസ്സിനോട് ചേർന്ന് നിന്ന് നമ്മൾ അത്ര അധികം വട്ടം കണ്ടിട്ട് നമുക്ക് ചില സിനിമ ചിലപ്പോൾ ഇത് ഓർമ്മയില്ലെങ്കിൽ കുഴപ്പമില്ല. ഇവർ എവിടെ കട്ട് ചെയ്ത് നമുക്ക് അറിയുക കൂടിയില്ല. ഇപ്പം ചില പാട്ടൊക്കെ കട്ടായി പോയത് പോലും അറിയുന്നില്ല. ഇപ്പം ഈ കണ്ണാ നീ ഉറങ്ങടയൊക്കെ നൈസായിട്ട് അവർ കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. അറിയണേ ഇല്ല അങ്ങനത്തെ ഒരു പരിപാടിയുള്ളത്. അതേപോലെ കുറേ സീക്വൻസുകളൊക്കെ ഇടയിൽ കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്രെയിം ബൈ ഫ്രെയിം, ഡയലോഗ് ബൈ ഡയലോഗ് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്ന കുറേ ലിറ്ററൽ കിടിലൻ കുറേ സീക്വൻസുകൾ ഐ തിങ്ക് ഇതിൽ എവിടെയൊന്നും ചെയ്യാനില്ല. ഒരു പ്രോപ്പർ മാസ്റ്റർ പീസാണ്. ഇതിൽ അവിടെ ഇവിടെയൊക്കെ കുറേ ഊക്ക് കിട്ടുന്ന കുറേ സീക്വൻസുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പന വളയ്ക്കണത്, അതൊക്കെ തന്നെ അതൊക്കെ അത്രേ ഉള്ളൂ. അവർക്ക് അതിലൊന്നും വേറൊന്നും ചെയ്യാനില്ല. അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ റീഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ല. സോ അതുകൊണ്ട് പിന്നെ സിനിമയിൽ അതങ്ങനെയാണ് അവർ സീക്വൻസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അവിടുന്ന് അവിടേക്ക് എത്തുന്നത് അങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ. അതിനിടയിൽ ഈ കമ്പി കൊണ്ട് അത് ഇങ്ങനെ പൊട്ടിക്കുന്ന സീക്വൻസ് ഇല്ലേ, ആ ഒരു ട്രാമ്പ് ഇങ്ങനെ തുറക്കുന്നത്, അതിലിങ്ങനെ കുറച്ച് ആഡ് ഓൺ ആയിട്ട് കുറേ അങ്ങനത്തെ ചില സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അങ്ങനത്തെ കുറേ സീക്വൻസുകളും ഞാൻ കണ്ടു. സോ ഒരു മൊത്തത്തിലൊരു ഓക്കെ, ഇറ്റ് വാസ് ഗുഡ് ബട്ട് നോട്ട് ആസ് എക്സ്പെക്റ്റഡ്. റൺ ടൈമിലൊക്കെ പറഞ്ഞപ്പോൾ തന്നെ അറിയായിരുന്നു ഇതിങ്ങനെ വരുള്ളൂ എന്നുള്ളത്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ സിനിമ അത്രയധികം നമുക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ്, കുറേ കൂടി വേണമായിരുന്നു എന്നുള്ളൊരു ഫീൽ മാത്രമാണ് എനിക്ക് പേഴ്സണലി കണ്ടപ്പോൾ. സോ ബാഹുബലി ദി എപ്പിക് കണ്ട നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ ഇതുപോലെ ഇനി KGF ഒക്കെ റിലീസ് വരണം. 1 and 2 3 വരുന്നതിന് മുമ്പൊക്കെ 3 ഒക്കെ പറയുന്നുണ്ട്. 3 വരുന്നതിന് മുമ്പ് ഇതുപോലെ കമ്പയർ ചെയ്ത് പൊളിക്കണം. ഐ തിങ്ക് ഇതേപോലെ ക്രൗഡ് വരാൻ പോകുന്ന മറ്റൊരു പടം ഒരുപക്ഷെ ഇനി അത് മാത്രമേ ഉണ്ടാവുള്ളൂ. ദീസ് 2 ഫിലിംസാണ്, ഈ രണ്ടെണ്ണമാണ് ഞാൻ പറഞ്ഞ പോലെ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത്. മറ്റേതൊരു എപ്പിക് ഫാൻറ്റസി സെറ്റപ്പ് എന്നുള്ള സാധനം, പിന്നെ മറ്റേത് ഈ ഒരു 2 പാർട്ട്
ക്രൈം, ഡ്രാമ എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്ത 2 പടം. ഈ 2 പടങ്ങളും ഇൻഫ്ലുവൻസ് ചെയ്ത അത്രയും ഈ അടുത്ത കാലത്തൊന്നും വേറൊരു പടം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല. ബാഹുബലിയുടെ കുറേ ഇൻഫ്ലുവൻസ് നമുക്ക് പല പടത്തിലും കാണാം. ഈ കെജിഎഫിൻ്റെ കുറേ ഇൻഫ്ലുവൻസ് പല പടത്തിലും കാണാം. സ്റ്റിൽ അതീന്ന് വിട്ടുവരാൻ പലർക്കും പറ്റിയിട്ടില്ല. ഈവൻ അതിൻ്റെ സ്വന്തം ഡയറക്ടർക്ക് പോലും അതീന്ന് വിട്ടുവരാൻ പറ്റിയില്ല. നമ്മളത് മറ്റേ സലാറിലൊക്കെ കണ്ടതാണ്. അതേ സെറ്റൊക്കെ വെച്ചിട്ടാണ് മൂപ്പര് ഈ പടം പടത്തിട്ടുള്ളത്. അത്ര ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു പടം എനിക്ക് ഈ പറഞ്ഞ പോലെ കെജിഎഫും കൂടി ഇതുപോലെ റീ റിലീസ് വരണം. 2 കൂടി. കെജിഎഫ് ദി എപ്പിക്. ഓക്കെ. സോ ബാഹുബലി ദി എപ്പിക് കണ്ടവരുണ്ടെങ്കിൽ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് അല്ലെങ്കിൽ ആ ഒരു നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ളത് താഴെ കമൻറ്റ്സിൽ കമൻറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഈ ആ ഒരു ഇറ്റേണൽ വാർ എന്നൊരു പടത്തിൻ്റെ ടീസർ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടത് ഞാൻ പറഞ്ഞ ബ്രോഡ്വേയിലാണ്. എല്ലാ തിയേറ്ററിലും ഇട്ടില്ല എന്ന് ഞാൻ കേട്ടു. ദെൻ ചിലപ്പോൾ ഒരുപക്ഷേ നിങ്ങൾ ഇൻ്റർവെല്ലിൽ ഇറങ്ങി പോകുമ്പോഴായിരിക്കും ഇട്ടിട്ടുണ്ടാവും. ഞാൻ ഇതുപോലെ ഇൻ്റർവെല്ലിൽ 1 മിനിറ്റ് ഇരുന്നപ്പോഴേക്കാണ് ഇത് കണ്ടത്. സോ ഒന്ന് നോക്കി നോക്കുക. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.